കുറേ നേരം എടുത്തിട്ട് മറ്റേ ഫാമിലേക്ക് നിൽക്കുന്നു, കുറേ XP മേടിക്കുന്നു. ഇവിടെ വന്നിട്ട് നമ്മുടെ ടൂൾസ് ഫാർമർ എടുത്തിട്ട് മെൻഡ് ചെയ്യുന്നു, മറ്റേ എൻജാൻറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ടൂൾസും ആർമർ കംപ്ലീറ്റ് എൻജാൻറ്റ് ചെയ്ത് കിഡിലാക്കി എടുത്തിട്ടുണ്ട്. ലിമിറ്റിൽ ഇത്രയും ഉണ്ട്. പിന്നെ റെസ്പിറേഷൻ ഇല്ല, പകരം ഇത്രയുണ്ട്. പിന്നെ ചെസ്റ്റ് പ്ലേറ്റിൽ ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷനാണ്. പിന്നെ ലെഗിൻസിൽ പ്രൊജക്റ്റൈലാണ്. പിന്നെ എല്ലാത്തിലും മെൻഡിങ്ങും ഉണ്ട്. പിന്നെ ഡയമണ്ട് ബൂട്ട്സിലും ഫെദർ ഫാളിങ്ങും പ്രൊട്ടക്ഷൻ ഫോറും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ പിക്കാക്സും ഇതുണ്ട്. കിഡിലും പിക്കാക്സാണ്. എഫിഷ്യൻസി 5 6 ടച്ചും. അതിലും കിഡിലും പിക്കാക്സാണ്. ഇത് ഫോർച്യൂൺ 3 എഫിഷ്യൻസി 4 ഗൈസ്. പിന്നെ ഡയമണ്ട് ഷവലും അതുപോലെ തന്നെയാണ് ഫോർച്യൂൺ 3. പിന്നെ സോഡ് കിഡിലും സോഡാണ് ഗൈസ്. മൊത്തത്തിൽ കിഡിലുമാണ് ഗൈസ്. ആക്സും കിഡിലുമാണ്. ഞാൻ എൻ്റെ ഇൻവെൻ്ററി എല്ലാം ക്ലീൻ ആക്കിയിട്ട് അതെടുത്തിട്ടാണ് ഗൈസ് നമ്മുടെ പുതിയ പുത്തൻ ആർമർ. ഗൈസ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ ആർമറിലും ഒന്നുമില്ല. ഞാനിപ്പോൾ പുതിയതായിട്ട് വന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ XP മാത്രമാണ്. ഇതെല്ലാം എടുത്തിട്ട് ഇതാണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ 300 ദിവസം ആയില്ല. 350 ദിവസം ആവുന്നതിന് മുന്നേ നമുക്ക് ഇതെല്ലാം കിട്ടി ഗൈസ്. കണ്ടോ ഗൈസ്, 289 ദിവസം ആയുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ അധികം XP ഫാർമിൽ പോയി നിന്നില്ല. ഒരു 3 പ്രാവശ്യം അങ്ങാണ്ട് നിന്ന്. ഒന്ന് ഞാൻ മറ്റേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന്. പിന്നെ ഈ ടൂൾസ് കംപ്ലീറ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഒന്നുകൂടെ നിന്ന്. പിന്നെ ആർമറിൽ ഒന്നുകൂടെ നിന്ന്. ഇനി ഇതെല്ലാം ഒന്ന് ഇടാങ്ങി. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ 15 എപ്പിസോഡ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. കണ്ട കംപ്ലീറ്റ് ആർമർ എന്തോ ഒരു ബഗ്ഗാണ് എനിക്കറിഞ്ഞിട്ട്. കംപ്ലീറ്റ് ആർമർ കംപ്ലീറ്റ് ടൂൾസ് ആക്കിയിട്ടുണ്ട്. ഇപ്പം 35 ഈ ഒരു ഷുഗർ കെയിനാണ്. പക്ഷെ അതിലും കൂടുതൽ കിട്ടണ്ടായിരുന്നു. കുറേ എടുത്തിട്ട് ഞാൻ മറ്റേ ബുക്ക് ഉണ്ടാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് കൂടെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് മെൻഡിങ് ബുക്ക് വാങ്ങണമെങ്കിലും ബുക്ക് വേണമെങ്കിൽ അങ്ങനെ കുറേ ബുക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇത്ര മെൻഡിങ് ബുക്ക് വാങ്ങിയത്. പിന്നെ നെതർ വാട്ടർ ഫാർമും 17 ഉണ്ട് ഇതിനകത്ത്. ഇനി ഞാൻ ബ്രെഡും മറ്റൊന്നും തിന്നത്തില്ല. ഇനി ഞാൻ ഗോൾഡൻ ക്യാറ്റ് മാത്രമേ തിന്നത്തുള്ളൂ മീൻസ്. ഞാനത് കാണിച്ചു തരാം മീൻസ്. ഞാൻ കുറേ ഗോൾഡൻ ക്യാറ്റ് വാങ്ങിയായിരുന്നു. ഈ ഒരു പെട്ടിക്കകത്താണ് ഇരിക്കുന്നത്. ഇത്ര ഐറ്റം ഉണ്ടായിരുന്നു അതിനകത്ത്. ഇത് ഞാൻ ഫാർമറിൻ്റെ നിന്ന് ഇത്ര വാങ്ങിയതാണ് കുറേ ഐറ്റംസ്. പിന്നെ നമ്മുടെ 2 മെൻഡിങ് ബുക്ക് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. വല്ല ചൂണ്ടയ്ക്കോ വല്ലതും കൊടുക്കുന്നുണ്ട്. 2 സ്റ്റാക്ക് 2.25 സ്റ്റാക്ക് എടുപ്പിച്ച് ഗോൾഡൻ ക്യാറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് എടുത്തേക്കാം. ഇത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പിന്നെ ഇവിടെ ഒരു ക്രീപ്പർ കൊണ്ട് തിരച്ചായിരുന്നു. അതിൽ എൻ്റെ ഒരു ഷീപ്പ് അതിനകത്ത് ഗൈസ്. ഇനി എൻ്റെ ഒരു ഷീപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഷീപ്പിനെ വെച്ചിട്ട് എനിക്ക് ബ്രീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരാളെ അത്തുള്ളൂ. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ കൗ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വന്നേനെ. പിന്നെ ഇപ്പം നമുക്ക് കൗവിനെ അല്ല അത്യാവശ്യം. ഇപ്പം നമുക്ക് മറ്റേ ഷീപ്പിനാണ് അത്യാവശ്യം. കാരണം ഈ നെതറൈറ്റ് ആർമറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ബെഡിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, നമുക്ക് ഇൻ്റർ പറയാം. എന്താണെന്ന് അറിയാത്ത ഞാൻ കുറേ പ്രാവശ്യം റീലോഡ് ചെയ്ത് നോക്കി, എന്നിട്ട് ഇത് വർക്കാവുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പറയാം ഗൈസ്. ഹലോ ഗൈസ്, എന്നൊക്കെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 15ാമത്തെ എപ്പിസോഡ് ആണ്. ഇന്ന് നമ്മളൊരു വലിയൊരു വാളുണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു വാള്. ഓക്കെ, അത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു എൻഡർ ടെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. അതിനകത്ത് നമ്മുടെ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കണം. അങ്ങനെ എൻഡർപ്പേൾ നമ്മുടെ കയ്യിൽ കാണുമല്ലോ അല്ലേ. ഞാൻ എപ്പോഴും കണ്ട എൻഡർമാനൊക്കെ കൊന്നല്ലായിരുന്നു. അതുപോലില്ലേ മോളിൽ കാണാൻ നോക്കാം. എൻഡർപ്പേളില്ല കേസ്. നമുക്ക് നെതറിലോട്ട് പോകാം. അല്ല കേസ്, നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണ്ട കേസ്. ഞാൻ മറന്നുപോയി. ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഈ ടോട്ടം എനിക്ക് ഇഷ്ടമല്ല കേസ്. ടോട്ടം പിടിക്കുന്നതിനൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷീൽഡ് പിടിക്കുന്നതാണ്. അപ്പോൾ ഒരു അയൺ എടുത്തേക്കാം, ഇതെടുത്തേക്കാം, നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ടേക്കാം കേസ്. ഓക്കെ, ബസ് ഇതിനകത്ത് ഞാൻ ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, 2 പേരൊക്കെ ഒന്ന് 2 എണ്ണം കിട്ടി. ഇത് ഞാൻ മറ്റേ ഫോർട്രസ് കണ്ടുപിടിക്കാൻ പോയപ്പോൾ വെട്ടിച്ച മറ്റേ കുഴിയാണ് ഗൈസ്. ഓക്കെ, എൻ്റെ ഷീൽഡിലിടാനും കൂടെ വേണ്ടിയിട്ട് ഒരു മെൻഡിങ് ബുക്ക് എടുക്കാം ഗൈസ്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. മറ്റേ എൻട്രി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വേൾഡിൽ ആദ്യത്തെ. ഇനി നമുക്ക് കുറച്ച് ഒബ്സീഡിയം വേണം. 2 ഒബ്സീഡിയം എനിക്ക് മറ്റേ ബ്രീഡറിന് എടുക്കേണ്ടി വരും ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൽ തന്നെ എടുത്താലോ. അതിനകത്ത് 2 ഒബ്സീഡിയം എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നു. 2 ഒബ്സീഡിയം ഉണ്ടോ താഴെ? കറക്റ്റ് 10 ഉണ്ട്. അല്ലെ, നമ്മുടെ മറ്റേ അയൺ ഫാർമിൻ്റെ അവിടെ ഉണ്ടോ? ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് ഡെഫ്റ്റ് പൊട്ടിക്കുന്ന ഓപ്ഷനെല്ലാം പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ മറ്റേ ഇതും വെച്ചു, എൻഡർപ്പേളും വെച്ചു. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ മോളിൽ പോയിട്ട് ഇത് നോക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് നമ്മുടെ ഈ ഫോർച്യൂൺ പിക്സ് വെച്ചേക്കാം. പിന്നെ ഒരു ഗോൾഡൻ ക്യാരറ്റും വെച്ചേക്കാം ഗൈസ്. നമ്മുടെ OP ഐറ്റംസ് എല്ലാം വെക്കണം. ഓക്കെ, എല്ലാം വെച്ചേക്കാം.
നമുക്ക് നമ്മുടെ ഷീൽഡിലോട്ട് മെൻഡിങ് ഇടണം ഗൈസ്. ഇപ്പോൾ നൈറ്റാണ് ഗൈസ്, ഇവിടെ നടക്കാം. ഞാനിപ്പോൾ എൻ്റെ അന്മിലും ഇതെല്ലാം ഇവിടെയാണ് വെച്ചേക്കുന്നത്, ഈ റൈൻ സ്റ്റോണൊക്കെ. ഇനി നമുക്ക് മെൻഡിങ്ങും വെക്കാം, ഇതും വെക്കാം. ഇത് എങ്ങനെയാണോ ഗൈസ്, ഒരുമാതിരി വെള്ള പേപ്പർ പോലെ. കൈ പിടിക്കാൻ പാടില്ലായിരുന്നാൽ കൊള്ളായിരുന്നു. ഓ അതുണ്ട്, എന്തുവാണ് ഇതൊക്കെ. ഒന്നുകൂടെ ഒന്ന് സേവ് ചെയ്തിട്ട് നോക്കാം. മേലൊന്ന് ശരിയാവുമോ? ശരിയാവോ? ഇല്ല, ഇത് ശരിയാവില്ല. ആർമറിൻ്റെ ശരിയായി. ഈ ഭാവിയിൽ അത് ശരിയാവും. എന്നാലും കയ്യിൽ എൻട്രി ടെസ്റ്റ് കൊണ്ടുവന്നേക്കാം. ബാക്കിയെല്ലാം സ്റ്റോൺ ബ്രിക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റോൺ വേണം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എൻ്റെ ഒരു ഇപ്പോൾ റീസോഴ്സ് ഒന്നും ഇല്ല. അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കളക്ട് ചെയ്യണം ഗൈസ്. ഒരു 7 സ്റ്റാക്ക് നമുക്ക് സ്റ്റോൺ ഒപ്പിക്കണം ഗൈസ്, നമ്മുടെ മൈനിങ് ഏരിയയിലോട്ട് പോയിട്ട്. പിന്നെ ഒരു ബാമ്പ് ചുമ്മാ നട്ടേക്കുന്നതാണ് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ മൈനിങ് ഏരിയ, നിങ്ങൾക്കറിയാലോ. ഇനി ഇവിടെ ഒരു ക്രീപ്പറൊക്കെ വെച്ച് പൊട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്നാണ് തോന്നുന്നത്. ഇവിടെ വെച്ചിട്ട് കുറേ ടോർച്ച് എടുക്കുകയാണ് ഗൈസ്. ഓക്കെ, 63 ടോർച്ചുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു 5 സ്റ്റാക്ക് അല്ലെങ്കിൽ 7 സ്റ്റാക്ക് ഗൈസ്. ഓക്കെ, കറക്റ്റ് ഒരു 7 സ്റ്റാക്ക് സ്റ്റോൺ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ല വേണ്ട, ഒരു ടൈം ലാപ്സ് നിങ്ങൾ പോയി കണ്ടോ. അങ്ങനെ നമ്മൾ 7 സ്റ്റാക്ക് ഓഫ് കോബിൾ സ്റ്റോൺ അല്ല സ്റ്റോൺ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കത് കംപ്ലീറ്റ് സ്റ്റോൺ ബ്രിക്ക് ആക്കണം ഗൈസ്. ഞാൻ കുറച്ച് വാളോട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് കുറച്ച് മറ്റേ ലാൻഡേൺ വേണം. എന്തെങ്കിലും വേറെ അയണൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ അയൺ ഫാർമിൽ പോയി നോക്കാം ഗൈസ്. അവിടെ ഞാൻ നേരത്തെ നിന്നായിരുന്നു. കുറച്ച് ഇരിപ്പുണ്ടായിരിക്കും ഗൈസ്. എന്തായാലും ഈ ആനുകൾ എൻ്റെ പുറകെ വരുന്നത്. നമുക്കിനി ഇടിച്ചു കൊല്ലാൻ പറ്റും ഗൈസ്. നമുക്ക് മറ്റേ കില്ലറൊന്നും കേട്ടിട്ട് ആവശ്യമില്ല. നമുക്ക് ഇടിച്ചു തന്നെ കൊല്ലാൻ പറ്റും. നമ്മുടെ കിടിന സോഡുണ്ട്. പെട്ടെന്നൊന്നും നമ്മൾ ചാവത്തില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെ ഞാൻ ഗ്ലാസ് വെച്ച് തുറക്കാനായിട്ട്. ഓക്കെ, 2.5 സ്റ്റാക്ക് ഉണ്ട്. എടുത്തേക്കാം ഗൈസ്. പിന്നെ ബോൺ മീൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പോപ്പി എടുത്തിട്ടുണ്ട്. 1.5 സ്റ്റാക്ക് ഉണ്ടത്. 31 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് പോരെങ്കിലും പിന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ അത്രയും വേണ്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇനി കുറേ ബിൽഡൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും യൂസ് ആവും അത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് പിന്നെ ഒരു ടൈം ലാപ്സ് ഇടാം. ബിൽഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് 3 ബ്ലോക്കാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അത് നമ്മൾ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ അടുത്ത് കുറച്ച് പോട്ട്സ് ഹോൾ കൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് അത് മാറ്റിയിട്ട് അവിടെ കംപ്ലീറ്റ് ഞാൻ ഡെർട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. നോക്കിക്കോണേ, അതിനി അങ്ങോട്ടേക്ക് ഞാൻ കളിച്ച് പോകുമ്പോഴത്തേക്ക് സ്പ്രെഡ് ആയിക്കോളും ഗ്രാസ്. അങ്ങേറ്റത്ത് ഒരു വാൾ വെക്കണം ഗൈസ്. അതിൻ്റെ മുകളിൽ ഒരു ലാൻഡിടും വെക്കണം. എന്നിട്ട് ഒരു 5 ബ്ലോക്ക് വിട്ടിട്ട് പിന്നെ ഒരു വോൾ വെക്കണം. അതിൻ്റെ മുകളിൽ ലാൻഡ് വെക്കണം. ഇത് അങ്ങേറ്റം വരെ വെച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അത് നമ്മൾ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടം വരെ ഇതൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും ഗൈസ്. ഓക്കെ, അങ്ങനെ ലാൻഡ് ചെയ്യണം. വെച്ച് കഴിഞ്ഞ് ഇവിടെ തൊട്ട് അവിടം വരെ ലൈറ്റും ഉണ്ട്. രാത്രിയാകുമ്പോൾ ലൈറ്റ് കത്തുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ഫാംസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു എൻട്രൻസ് വെക്കണം ഗൈസ്. സിമെട്രിക് ആയിട്ട് നമുക്ക് 3 ബ്ലോക്കിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ നമുക്കൊരു എൻട്രൻസ് വെക്കണം ഗൈസ്.
അവിടുത്തെ ഹോള് ഞാൻ പിന്നെ അടച്ചോളാം ഗൈസ്. ഇവിടെ നമുക്ക് അയൺ ഡോർ വെക്കാം ഗൈസ്, നോർമൽ ഡോർ വെക്കണ്ട. പിന്നെ കുറച്ച് ഡെക്കറേഷനും ചെയ്യണം. എൻ്റെ ലീവ്സ് തീർന്ന്, കുറച്ച് ലീവ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അയൺ ഡോർ എടുത്ത് ഇവിടെ വെക്കാം ഗൈസ്. എന്നിട്ട് മറ്റേ നമ്മുടെ പ്രഷർ പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ വെക്കണം. അവിടെ തുറന്ന് കയറിയിട്ട് ഇപ്പുറത്തും വെക്കാം ഗൈസ്, കയറാനും ഇറങ്ങാനൊക്കെ. ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് തുറന്ന് കയറാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ഒരു ആർച്ച് പോലൊരു സംഭവം സെറ്റ് ചെയ്യണം ഗൈസ് ഇവിടെ. എന്നിട്ട് നമുക്ക് 2 ലീവ്സ് ഇവിടെ വെക്കണം. എന്നിട്ട് 2 ഫെൻസ് ഇപ്പുറത്തും വെക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്ലാബും സൈൻ ബോർഡ് എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇവിടെ 3 സ്ലാബ് ഇവിടെ അങ്ങ് വെച്ചേക്കാം ഗൈസ്. എന്നിട്ട് ഒരു സൈൻ ബോർഡ് എടുത്തിട്ട് ഇവിടെ വെക്കാം. അതിൽ എഴുതി വെക്കാം ഗൈസ്, ഫാംസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ. ഓക്കെ, അതെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കിടില എൻട്രൻസും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങളടുത്ത എപ്പിസോഡ് തുടങ്ങുന്ന നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ കാര്യം, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അത് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു വീറ്റ് ഫാം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നിങ്ങളോടത് പറഞ്ഞില്ലായിരുന്നല്ലേ? ഓക്കെ, അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് ഇൻവെൻറ്ററി ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇൻവെൻറ്ററി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാം. ആദ്യം കുറച്ച് അതിന് വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ല. കുറച്ച് ഈ ഒരു സീഡ്സും ഹോയും മാത്രം മതി. ഒരു വാട്ടർ ബക്കറ്റും വേണം. 3 സീഡ് എൻ്റെ കയ്യിലുള്ളൂ. കുറച്ച് നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ നോക്കാം. ഞാൻ നട്ട് വളർത്തി പുല്ലിൽ നിന്ന് തന്നെ സീഡ് അടിച്ച് മാറ്റി. അത് പിന്നെ ഞാൻ ശരിയാക്കിക്കോളാം ഗൈസ്. ഇപ്പം എന്തായാലും ഈ ഒരു ഷുഗർ കെയിൻ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. ഞാൻ മറ്റേ വോള് പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ കുറേ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. 11 എണ്ണം കണ്ടുണ്ട്, 12 എണ്ണം ഉണ്ട്. അതങ്ങോട്ട് വെച്ചേക്കാം ഗൈസ്. ഒരു സ്റ്റാക്ക് അടുപ്പിച്ചാൽ പറയാം ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ഫാർമ് സെറ്റ് ചെയ്യാം ഗൈസ്. ഇനി ഇവിടെ നമുക്ക് സീഡ് നടണം. അതങ്ങ് നട്ടേക്കാം. 41 സീഡ് പെട്ടെന്ന് തീർന്നുമല്ലേ. ഇനി ഇത് വളർന്നിട്ട് വേണം അങ്ങോട്ട് ബാക്കിയും കൂടെ നട്ട് വെക്കാൻ ഗൈസ്. പിന്നെ ഇന്നും തന്നെ ഈ ഒരു വീറ്റ് ഫാർം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ ഷീപ്പ് ഫാർം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വീടിന് ആവശ്യമുണ്ട്. അപ്പോൾ വീടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫാർം ഉണ്ടാക്കുന്നത്. നമ്മൾ XP ഫാർമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫാർമും. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തൊരു ഫോളോ ചെയ്യുക.